തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സമാധിയിലൂടെ ഒരു ശിവയോഗി എത്തിച്ചേരുന്ന ആത്യന്തികമായ ശിവ ഐക്യത്തിൻ്റെ പല പല രൂപാന്തരങ്ങളെ ഇവിടെ തിരുമൂലദേവൻ നമുക്ക് കാണിച്ചു തരുന്നു. ജീവിതത്തിലെ വളരെ നിഗൂഢമായ മരണാനന്തര യോഗിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെയാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു ശിവയോഗി സമാധിയായാൽ 4 തരത്തിലുള്ള മുക്തി ആ ദേഹത്തിന്, ആ ആത്മാവിന് ലഭിക്കും. ഏതൊക്കെയാണ്? സാലോക്യമുക്തി, സാമീപ്യമുക്തി, സാരൂപ്യമുക്തി, സായുജ്യമുക്തി എന്നീ 4 തരത്തിലുള്ള മുക്തികൾ ഇവിടെ തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ നമുക്കായി വിവരിച്ചു തരുന്നു. ഇത് ഭക്തി സാഹിത്യത്തിലും വൈഷ്ണവ സാഹിത്യത്തിലും ഈ രീതിയിൽ തന്നെയുള്ള മുക്തിസങ്കല്പങ്ങളാണ് നിലകൊള്ളുന്നത്. അപ്പോൾ വേദങ്ങളും ആഗമങ്ങളും ഇവിടെ ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യ മുക്തികളെക്കുറിച്ചിട്ട് വേദാഗമങ്ങൾ ഒരേപോലെ ഒരേ സ്വരത്തിൽ വിവരിക്കുന്ന കാഴ്ച നാം ഈ കാണ്ഡത്തിൽ കാണുന്നു. നമുക്ക് സാലോക്യ മുക്തിയിലേക്ക് കിടക്കാം. നോക്കൂ, സാലോക്യ പുണ്യം ഭക്തിമാർഗത്താൽ സിദ്ധിച്ചിടും, സാലോക്യം സാമീപ്യങ്ങളുണ്ടാകും ഭക്തിയാലെ, മാലോകത്തിങ്കൽ ചേരും വകയാൽ സാരൂപ്യവും പരലോകമറ്റ ശിവരൂപമായി ഭവിച്ചിടും. അപ്പോൾ സാലോക്യമുക്തിയെക്കുറിച്ചിട്ട് പറയുകയാണ്. നോക്കൂ, സാലോക്യ പുണ്യം ഭക്തിമാർഗത്താൽ സിദ്ധിച്ചിടും. അപ്പോൾ ഭക്തിയോഗികൾക്കുള്ളതാണ് ഈ സാലോക്യ സാമീപ്യ മുക്തി. അപ്പോൾ ഭക്തിയിലൂടെ ഒരു സാധകൻ എത്തിച്ചേരുന്ന അവസ്ഥാവിശേഷങ്ങളാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. സാലോക്യ മുക്തി, അതേപോലെ സാമീപ്യ മുക്തി. സാലോക്യമുക്തി എന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ ജീവിതത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളുമായിട്ട് സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യ മുക്തികൾക്ക് വളരെ ബന്ധമുണ്ട്. എല്ലാം പരസ്പരം ഇണങ്ങിച്ചേർന്ന കാര്യങ്ങളാണ്. അപ്പോൾ ധർമ്മത്തിലൂടെ ഒരാൾക്ക് ചേരാൻ കഴിയുന്ന 2 മുക്തിമാർഗങ്ങളാണ് സാലോക്യമുക്തിയും സാമീപ്യമുക്തിയും. ധർമ്മമാർഗം, ഇവിടെ ധർമ്മമാർഗം ചിലർക്ക് ചിലതായിരിക്കും. അതായത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയാണ് അയാളുടെ ജീവിത ലക്ഷ്യം. ആ ഭക്തിയിലൂടെ തന്നെ ശിവനുമായിട്ട് മോക്ഷ സങ്കല്പത്തിലേക്ക് ഉയരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. സാലോക്യ സാമീപ്യങ്ങൾ ഉണ്ടാകും ഭക്തിയാലെ. അപ്പോൾ തീവ്രമായ ഭക്തി കൊണ്ട് സാലോക്യമുക്തി കൈവരുന്നതാണ്. അപ്പോൾ സാലോക്യമുക്തിയിൽ സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഭക്തിമാർഗത്തിലൂടെ എത്തിച്ചേരുന്ന അവസ്ഥ. അതായത് ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭക്തയോഗി അവസാനം സമാധിയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കൂ. ആ ആത്മാവ്, ആ ജീവൻ്റെ തുടിപ്പുകൾ ലോകവുമായിട്ട് അലിഞ്ഞു ചേരുന്നു. പ്രപഞ്ചത്തിലെ ആത്മാവുമായിട്ട് പ്രപഞ്ചാത്മാവുമായി അലിഞ്ഞു ചേരുന്നു, ഒന്നായി ചേരുന്നു. അങ്ങനെ പ്രപഞ്ച ആത്മാവുമായി ഒന്നിക്കുന്ന
ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ എവിടെയും ശിവനെ ആയിരിക്കും കാണുക. ലോകത്തിലെ ഏതൊരു വസ്തുവിനെ സമീപിക്കുമ്പോഴും ശത്രുവായിക്കൊള്ളട്ടെ, മിത്രമായിക്കൊള്ളട്ടെ, മറ്റെന്തായിക്കൊള്ളട്ടെ, പ്രകൃതിയിലെ ഏതേത് വസ്തുക്കളെ സമീപിക്കുന്നുവോ അതെല്ലാം ശിവനാണ്, ശിവനാണ്, ശിവനാണ് എന്ന് ഭാവന ചെയ്യുകയും അത് സത്യമാണെന്ന് അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും ശിവതേജസ്സാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് സാക്ഷാത്കരിച്ച ഒരു ഭക്തയോഗി തൻ്റെ സമാധ്യവസ്ഥയിൽ എത്തിച്ചേരുന്നത് ഈ പ്രപഞ്ചത്തിലെ ശിവാത്മാവുമായി ഒന്നിച്ചിട്ടാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ കണികയുമായും പ്രപഞ്ചത്തിലെ ഓരോ ശിവതത്വവുമായും ഈ ആത്മാവ് ഒന്നിച്ച് ചേരുന്നു. അപ്പോൾ ലോകത്തിലെ പ്രപഞ്ചത്തിലെ ശിവതത്വത്തിൽ ലയിച്ചു ചേരുന്ന ഒരവസ്ഥയാണ് സാലോക്യമുക്തി എന്ന് പറയുന്നത്. അത് ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയാണ്. എല്ലാം ഈശാവാസ്യം ഇദം സർവം എന്ന് ഉപനിഷത്ത് പറയുന്നു. ഈ ശിവൻ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ് ശിവൻ എന്ന ഈശാവാസ്യം ഇത് സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. അങ്ങനെ ജഗത്താകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ശിവൻ ആയി മാറുന്ന ജീവാത്മാവിൻ്റെ ഒരവസ്ഥാ വിശേഷമാണ് ഇവിടെ നാം കാണുന്നത്. നോക്കൂ, സാലോക്യ പുണ്യം ഭക്തിമാർഗത്താൽ സിദ്ധിച്ചിടും, സാലോക്യ സാമീപ്യങ്ങളുണ്ടാകും ഭക്തിയാലെ, മാലോകത്തിങ്കൽ ചേരും വകയാൽ സാരൂപ്യവും പരലോകമറ്റ ശിവരൂപമായി ഭവിച്ചിടും. ശിവരൂപമായി തന്നെ ഭവിച്ചിടുന്ന അവസ്ഥയാണിത്. അതായത് പ്രപഞ്ചത്തിലെ ശിവാത്മാവുമായി ഒന്നിച്ചു ചേരുന്ന അവസ്ഥ. ഈശാവാസ്യോപനിഷത്തിലെ ആ മഹനീയമായ ദർശനമാണ് സാലോക്യമുക്തിയിലൂടെ ഒരു സാധകൻ നേടുന്നത്. ഈശാവാസ്യം ഇതം സർവത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത് എന്നാണ്. അതായത് ജഗത്തിലാകെ ഈശൻ ശിവൻ നിറഞ്ഞു നിൽക്കുന്നു. ശിവനല്ലാതെ മറ്റൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ എന്ന ഒരു സത്യബോധാവസ്ഥയിലേക്ക് വരുന്ന ഒരു ഭക്തയോഗി അവസാനം എത്തിച്ചേരുന്നത് ഈ പ്രപഞ്ചത്തിൽ തന്നെ ശിവാത്മാവുമായി ഒന്നിച്ച് ചേരുന്നു. ഇതാണ് സാലോക്യ മുക്തി. ഇനി നോക്കൂ അടുത്ത മന്ത്രം. നമഃശിവായ മന്ത്രമോദി തന്നുള്ളം കോവിലാക്കി അഭിഷേകമടഞ്ഞ് പോരും സാലോക്യമടഞ്ഞിടാൽ ശിവസത്യം കൺമതേ നിർവാണമാം ശിവയ നമ മന്ത്രമേ തനിക്ക് ശിവസമാധി മറഞ്ഞിടൂ. വളരെ വലിയ ഒരു മന്ത്രദർശനം ഇവിടെ തിരുമൂലദേവൻ നമുക്ക് തരികയാണ്. എന്ത്? നമഃശിവായ മന്ത്രമോതുന്നു ഉള്ളംകോവിലാക്കി മാറ്റുക. അപ്പോൾ ഒരു ഭക്തയോഗി എന്താണ് ചെയ്യുന്നത്? പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം സാധന ചെയ്യുന്നു. അങ്ങനെ നമഃശിവയ മന്ത്രമോദി തന്നുള്ളം എന്തായി മാറുന്നു? കോവിലായി, ശിവകോവിലായി മാറുന്നു. അപ്പോൾ ഹൃദയം ശിവൻ്റെ ആലയമായി മാറുന്നു, ശിവൻ്റെ കോവിലായി, ശിവൻ്റെ ക്ഷേത്രമായി, ശിവൻ്റെ അമ്പലമായി മാറുന്നു. അങ്ങനെ സ്വന്തം ഹൃദയം ശിവക്ഷേത്രമായി മാറുന്നു. അപ്പോൾ അഭിഷേകമടഞ്ഞു പോരും സാലോക്യമായി മടഞ്ഞിടാൻ. അങ്ങനെ ഹൃദയത്തെ ഉള്ളത്തെ ശിവകോവിലാക്കി മാറ്റിയ ഒരു ഭക്തസാധകൻ അവസാനം അഭിഷേകമടഞ്ഞ്, അതായത് ശിവ സായുജ്യം നേടി സാലോക്യമടഞ്ഞിടാൻ ശിവസത്യം കൺമതേ നിർവാണമാം ശിവൻ എന്നമ. അങ്ങനെ ശിവയ സത്യം കാൺമതേ നിർവാണം. അങ്ങനെ നിർവാണത്തിലെത്തിച്ചേരുന്നു. ഇതാണ് ബുദ്ധമതത്തിലെ നിർവാണ സങ്കല്പം. ശരിക്കും നിർവാണ സങ്കല്പം ശൈവത്തിലുള്ളതാണ്. ഇവിടെ തിരുമൂലദേവൻ പറയുന്നുണ്ട് ശിവസത്യം കാൺമതേ നിർവാണം. അപ്പോൾ ശിവസത്യവുമായി ഒന്നിച്ചു ചേരുന്ന,
അതായത് ജീവിതത്തിലെ ധർമ്മമാർഗത്തിലൂടെ, ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലെ ധർമ്മമാർഗത്തിലൂടെ ചരിക്കുന്ന ഒരു ഭക്ത സാധകൻ ശിവസത്യം കണ്ട് അതിൽ നിർവ്വാണമടയുന്നു. ഏത് മന്ത്രം? അങ്ങനെ നമശിവയ എന്ന മന്ത്രം എന്തായി മാറുന്നു? അവസാനം ശിവയ നമ എന്നായി മാറുന്നു. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് ആ ആത്മാവ് പരിണമിക്കുന്ന കാഴ്ച. നമശിവയിൽ നിന്ന് ശിവയ നമയിലേക്ക് അത് എത്തിച്ചേരുന്നു. ഇവിടെയാണ് ചിദംബര ചക്രത്തെക്കുറിച്ച് നാം അറിയേണ്ടത്. ചിദംബര ചക്രം, ചിദംബര ക്ഷേത്രത്തിൻ്റെ രഹസ്യം, ചിദംബര രഹസ്യം എന്ന് പറയുന്ന ഇതാണ്. നമശിവയ, ശിവയ നമ, യനമ ശിവ, മശിവയന, വയ നമശി എന്നുള്ളതാണ് ശിവ രഹസ്യം. അതായത് ചിദംബര രഹസ്യമാണ്. അതിലെ 2 മന്ത്രങ്ങളാണ് ഇവിടെ തിരുമൂലദേവൻ നമുക്കായി കാഴ്ചവെക്കുന്നത്. ആദ്യത്തെ 2 മന്ത്രങ്ങൾ നമശിവയ, ശിവയ നമ. ഇനി അടുത്ത ഭാഗം വരുമ്പോൾ യനമ ശിവ, മശിവയന എന്ന് തീരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഓർക്കുക, നമശിവയ എന്നുള്ളത് ശിവയ നമ മന്ത്രമായിട്ട് പരിണമിച്ച് ശിവസമാധിയിൽ എത്തിച്ചേരുന്നു. ഇത് ശിവസമാധി തന്നെയാണ്. അപ്പോൾ നമശിവയിൽ നിന്ന് ശിവയ നമയിലേക്ക് എത്തിച്ചേരുന്ന ആ ശിവസമാധിയുടെ സാങ്കേതികമായ ഒരുപാട് തലങ്ങളുണ്ട്. അതൊക്കെ യോഗിമാരുടെ ഏറ്റവും നിഗൂഢമായ സനാതനമായ അനുഭവ മണ്ഡലങ്ങളാണ്. ആ അനുഭവ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നു ഒരു ഭക്തയോഗി. വളരെ വളരെ വലിയ കാര്യങ്ങളാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഒരു ഭക്തയോഗി എങ്ങനെയാണ് നമശിവയിൽ നിന്ന് സൂക്ഷ്മമായ ശിവയ നമയിലേക്ക് എത്തിച്ചേരുന്നത്? ഇതറിയണമെങ്കിൽ മാണിക്യവാചകരുടെ തിരുവാചകം നാം മനസ്സിലാക്കണം. അതുപോലെ ചിദംബര ചക്രം എന്താണ് എന്നും നാം മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശൈവത്തിലെ പ്രത്യേകിച്ചും ശൈവസിദ്ധന്മാർ ആരാധിച്ചിരുന്ന ഒരു വലിയ യന്ത്രമാണ് ചിദംബര ചക്രം. വളരെ വളരെ ശക്തിയുള്ള, ശരിക്കും ഈ സാലോക്യമുക്തി പ്രദാനം ചെയ്യുന്ന ഒരു സാധനാക്രമമാണ് ചിദംബര ചക്ര സാധന. അത് നമ്മുടെ ഷഡാധാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മൂലാധാരത്തിൽ നമശിവയ തുടങ്ങി പിന്നെ അത് മണിപൂരകത്തിലൂടെ കടന്നു വന്ന് അത് അവസാനം സഹസ്രാരത്തിൽ എത്തിച്ചേരുന്ന 5 തലങ്ങൾ ഈ ചിദംബര ചക്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആദ്യത്തെ 2 ചക്രങ്ങൾ നമശിവയ എന്നും ശിവയ നമ എന്നുമുള്ള ആ 2 ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ശിവാനുഭൂതിയെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. നമശിവയ മന്ത്രമോതി തന്നുള്ളങ്കോവിലാക്കി അഭിഷേകമടഞ്ഞു പോരോ സാലോക്യമടഞ്ഞിടാൻ. അപ്പോൾ എപ്പോഴും ശിവാഭിഷേകമാണ്. ഇവിടെ അഭിഷേക ജലം എന്ന് പറയുന്നത് സ്നേഹജലമാണ്. അൻപേ ശിവം, സ്നേഹമാകുന്ന തീർത്ഥം കൊണ്ട്, ജലം കൊണ്ട് ഈ ഉള്ളത്തിലിരിക്കുന്ന ശിവനെ നിരന്തരം അഭിഷേകം ചെയ്യുക. സ്നേഹജലത്താൽ ശിവാഭിഷേകം ചെയ്യുന്ന ഒരു ഭക്തയോഗിയുടെ സാലോക്യമുക്തി നാം ഇവിടെ കാണുന്നു. അങ്ങനെ ശിവസമാധിയിൽ ലയിച്ചു ചേരുന്ന സാലോക്യ ഭാവനയെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ പറയുന്നത്. അടുത്ത് സാമീപ്യമുക്തിയാണ്. അതും സാലോക്യമുക്തി പോലെ വളരെ പ്രധാനപ്പെട്ടാണ്. പാശമപ്പശുവായി നിന്നതേ സാലോക്യം പിൻ പാശമങ്ങ് അരുളായി നിന്നതേ സാമീപ്യവും പാശം സ്വരൂപമായി നിന്നതേ സാരൂപ്യം പിൻ പാശം കരിഞ്ഞ പതിയായിടും സായൂജ്യത്തിങ്കൽ. അപ്പോൾ ഈ പാശത്തിൻ്റെ അവസ്ഥാഭേദങ്ങളാണ്. പാശം
പശുവായി നിന്നതേ സാലോക്യം. പാശം പശുവായി, ബന്ധനങ്ങൾ പശുവായി ജീവാത്മാവുമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് നാം സാലോക്യം എന്ന് പറയുന്നു. പാശമങ്ങ് അരുളായി നിന്നതേ സാമീപ്യം. ഇനി സാമീപ്യമുക്തി എന്താണെന്ന് പറയാം. ഈ ബന്ധനങ്ങൾ എന്തായി മാറുന്നു? പാശമങ്ങ് അരുളായി, അനുഗ്രഹമായി നിൽക്കുന്നു. വളരെ രസകരമായ സംഭവമാണിത്. അതായത് ജീവിതത്തിനെ നാം സമീപിക്കുന്ന ഒരു നല്ലൊരു സാമീപ്യ രീതി നാം ഇവിടെ കാണുന്നുണ്ട്. നാം പലപ്പോഴും പാശത്താൽ ബന്ധിപ്പിക്കപ്പെട്ടവനാണ്. ഈ പാശം നമുക്കൊരു ബന്ധനമാണ്. പക്ഷേ ഈ ബന്ധനത്തെ തന്നെ അനുഗ്രഹമാക്കി, ശിവ അനുഗ്രഹമാക്കി, അരുളാക്കി മാറ്റാൻ കഴിയുക. അങ്ങനെ അരുളാക്കി മാറ്റാൻ കഴിഞ്ഞ അവസ്ഥയിൽ ഈ സാമീപ്യമുക്തി അനുഭവപ്പെടുന്നു. ജീവിച്ചിരിക്കുന്നവരിൽ മഹായോഗികളെക്കുറിച്ച് പറയാൻ എനിക്കൊട്ടും താല്പര്യമില്ലാത്തതാണ്. എങ്കിലും ഞാനൊരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയാണ്. മോഹൻജി. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും മോഹൻജി എന്ന യുവ സന്യാസിയെക്കുറിച്ചിട്ട്, യുവ ശിവയോഗിയെക്കുറിച്ചിട്ട്. ഈ സാമീപ്യഭാവം അദ്ദേഹത്തെ ഒരു ശിവയോഗിയാക്കി മാറ്റിയിരിക്കുന്നു. മോഹൻജിയുടെ ഒരു മകൾ, ഏക മകൾ, 7ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഒരു റോഡിങ്ങനെ ക്രോസ് ചെയ്യായിരുന്നു. വിദേശത്തായിരുന്നു ഈ ഫാമിലി. അവിടുത്തെ നിയമമനുസരിച്ചിട്ട് കേരളത്തിൽ വന്നപ്പോൾ ഈ കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നത് അവിടുത്തെ നിയമമനുസരിച്ച് ചെയ്താണ് അത്. പക്ഷെ കേരളത്തിലെ നിയമം അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു വാഹനം വന്നിടിച്ച് ഈ 7 വയസ്സായ മോഹൻജിയുടെ അമ്മു എന്ന കുട്ടി മരിച്ചു. ഇത് മോഹൻജി എന്ന ആ വലിയ വ്യവസായ ധനികനെ ആകെ മാറ്റിമറിച്ചു. പിന്നീട് അദ്ദേഹം ഒരു യോഗിയായി മാറി, ശിവയോഗിയായി മാറി. പിന്നീട് അദ്ദേഹം അമ്മു കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് തുടങ്ങുകയും അങ്ങനെ ജനസേവ, ശിവസേവ എന്ന മട്ടിൽ ആരംഭിക്കുകയും അതിന്ന് ലോകം മുഴുവനും വ്യാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സാമീപ്യഭാവത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ജീവിതത്തിലെ ബന്ധനങ്ങൾ ഒരു വ്യക്തിയെ എങ്ങനെയാണോ ആകെ മാറ്റത്തിന് വിധേയമാക്കുന്നത്, ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഈ ബന്ധനം സഹായമായി. അപ്പോൾ മകളുമായുള്ള മോഹൻജിയുടെ ആത്മബന്ധം ശിവസാമീപ്യത്തിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ട് ചെന്നെത്തിച്ചത്. ഇതാണ് സാമീപ്യത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം. അങ്ങനെ പാശം തന്നെ ഒരു അരുളായി നിൽക്കുന്നത് സാമീപ്യമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പാശം സരൂപമായി നിന്നത് സാരൂപ്യം. പിന്നെ പാശം രൂപം ധരിച്ച് നിൽക്കുന്നു, ശിവരൂപം ധരിച്ച് നിൽക്കുന്നു, അത് സാരൂപ്യം. പിന്നെ പാശം കരിഞ്ഞ് പതിയായിടും, പാശം പൂർണ്ണമായും നശിച്ച് പതിയായി മാറുന്ന അവസ്ഥ സായുജ്യം. ഇതാണ് സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യ, മുക്തി. അതിലെ സാമീപ്യത്തെക്കുറിച്ചിട്ടാണ് നാം കണ്ടത്. അതേപോലെ തന്നെ ഭക്തിയിലെ മറ്റൊരു ഉദാഹരണവും ഈ പാശം എങ്ങനെ സാമീപ്യമുക്തിയിലേക്ക് നയിക്കുന്നു എന്ന് ശൈവ സിദ്ധാന്തികൾ വിവരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. അത് കണ്ണപ്പ നായനാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ണപ്പൻ ഒരു വേടനാണ്. അദ്ദേഹത്തിന് യാതൊരു വിദ്യാഭ്യാസമില്ല. വേട്ടയാടി കിട്ടുന്ന മാംസം കഴിച്ച് ജീവിക്കുന്ന, മാംസം വിറ്റും അത് കഴിച്ചും ജീവിക്കുന്ന ഒരു വേടനാണ്. ഒരു കാട്ടാള വർഗത്തിൽപ്പെട്ട വേടൻ. അയാൾ കാട്ടിലുള്ള ഒരു ശിവലിംഗത്തെ നിരന്തരം സ്നേഹിച്ചിരുന്നു. അത് വ്യക്തിപരമായ സ്നേഹമാണ്. അതായത് ഇയാൾ ഭാര്യയെയും മക്കളെയും എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ ഈ കാട്ടിലെ ശിവലിംഗത്തെയും സ്നേഹിച്ചു. തൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ആഹാരം
മാംസാഹാരമാണ് കൊടുക്കുന്നത്. ഈ മാംസം തന്നെ ആദ്യം കൊണ്ടു കൊടുക്കുന്നത് ശിവലിംഗത്തിനാണ്. എന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോവുക. അത് സ്നേഹപാശം എന്ന് പറയാം. ആ സ്നേഹപാശത്തിൽ ജീവിക്കുന്ന കണ്ണപ്പൻ്റെ മുമ്പിൽ ഞാൻ പെരിയ പുരാണം എടുക്കുമ്പോൾ ആ സംഭവം വളരെ വിശദമായിട്ട് ചേക്കിഴാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിവരിക്കാം. ഞാനിപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ ശിവഭഗവാൻ നേരിട്ട് വരികയും അങ്ങനെ അദ്ദേഹത്തിന് മോക്ഷം നൽകുകയും ശിവലിംഗത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തെ ഇരുത്തുകയും ചെയ്തു. ഇതാണ് സാമീപ്യ മുക്തി.